പലതരം ചേരുവയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ വരെയല്ലേ, ഇന്ന് നമുക്കൊരു പരിപ്പ് പായസം റെഡിയാക്കാം കേട്ടോ. ഇവിടെ ഒത്തിരി കടുപ്പവും കട്ടിയും മധുരമൊക്കെ ഉള്ള പായസം ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഇവിടെ പായസം ഉണ്ടാക്കാറ്. റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. 2-3 പ്രാവശ്യം വെള്ളം മാറ്റി നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ശേഷം ഒരു സ്ട്രെയിനറിൽ വെള്ളം വാരാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ച പരിപ്പിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. പരിപ്പിലുണ്ടായിരുന്ന വെള്ളമൊക്കെ പോയി ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നല്ല സ്മെല്ല് വന്നു തുടങ്ങും കേട്ടോ. പരിപ്പ് നന്നായിട്ട് നെയ്യിൽ വറുത്ത് കഴിയുമ്പോൾ പിന്നെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങും. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. തേങ്ങാക്കൊത്തിനായിട്ട് ഒരു മുറി തേങ്ങയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും മാത്രം ഇതേപോലെ അടർത്തിയെടുത്തിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആവാം. ഇനി 2-3 ടേബിൾ സ്പൂൺ കാഷ്യൂ എടുത്തിട്ടുണ്ട്. പിന്നെ റൈസിൻസ് 1 ടേബിൾ സ്പൂൺ. അടുത്തതായിട്ട് നമ്മുടെ പരിപ്പ് പായസത്തിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് 1.5 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങയും ഒരു തേങ്ങയുടെ പകുതി കംപ്ലീറ്റ് ചിരകിയെടുത്ത ശേഷം 1-ാം പാലോ 2-ാം പാലോ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3-ാം പാലോ എടുക്കാം കേട്ടോ. 1-ാം പാലം എടുക്കാനായിട്ട് 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിക്കാം. 2-ാം പാല് എടുക്കാനായിട്ട് കുറച്ചധികം വെള്ളം ഒഴിക്കാം കേട്ടോ. 4-5 കപ്പ് വെള്ളം ഒഴിക്കാം. 3-ാം പാല് എടുക്കണമെന്ന് നിർബന്ധമില്ല. അതിൽ പാല് പോരാനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2-3 കപ്പ് ഒഴിച്ച് 3-ാം പാലും കൂടി എടുക്കാം. 3-ാം പാല് തയ്യാറാക്കിയത് നേരെ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 3 അല്ലെങ്കിൽ 4 കപ്പ് വെള്ളം വേണം പരിപ്പ് വേവിക്കാനായിട്ട്. അപ്പോൾ വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പ് അതിലേക്ക് അങ്ങ് ഇട്ടെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടെടുക്കാം കേട്ടോ. എൻ്റെ 3-ാം പാല് ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് ബാക്കി ആവശ്യമായിട്ടുള്ളത് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. 400 ഗ്രാം ശർക്കര കേട്ടോ വേണ്ടത്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് തിളയ്ക്കാനായിട്ട് വെക്കാം. ശർക്കര കംപ്ലീറ്റ് നന്നായിട്ട് മെൽറ്റായി വന്ന ശേഷം സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഒരു സമയം കൊണ്ട് നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. പിന്നെ 4-5 വിസിലാണ് വേവിച്ചത്. നന്നായിട്ട് പരിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പായസം റെഡിയാക്കാനുള്ള ഒരു എന്തെങ്കിലും ഉരുളിയോ ചിരവോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം. അതിലേക്ക് പരിപ്പ് അങ്ങ് ഇട്ടെടുക്കാം. ശർക്കര പാനിയും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനിയുടെ 1/4 ഭാഗത്തോളം ഇപ്പോൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം 2-ാം പാൽ ഒഴിച്ചെടുക്കാം. 2-ാം പാല് ഇച്ചിരി അധികം ഉണ്ടായിരുന്നു, 3-4 കപ്പ് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ മധുരം നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ ശർക്കര പാനി ബാക്കി വെച്ചത്. ഒത്തിരി മധുരം ഉള്ളത് കൂടെ അത്ര അങ്ങനെ ഇഷ്ടമല്ല. പായസത്തിലാണെങ്കിലും മധുരം കൂടി പോയാൽ ഇഷ്ടാവില്ല. ശരിക്കുള്ള പായസത്തിലെ മധുരത്തിന് അത് കംപ്ലീറ്റ് വേണ്ടി വരും കേട്ടോ. ഞാൻ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പരിപ്പ് 7-8 മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് തിളച്ച് ശർക്കര പാനിയും തേങ്ങാപ്പാലൊക്കെ ആയിട്ടൊന്ന് യോജിക്കണം. ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങാക്കൊത്തും കാഷ്യൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. ഗീ ഒഴിച്ചെടുക്കുക 1 ടേബിൾ സ്പൂൺ. അതിനുശേഷം ആദ്യം തന്നെ കോക്കനട്ട് ഇട്ടെടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയ ശേഷം കാഷ്യൂ ഇട്ടെടുക്കാം. കാഷ്യൂം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കളർ മാറി വരുന്ന സമയത്ത് മാത്രം റൈസിൻസ് ഇട്ടെടുക്കാം. മുന്തിരി നന്നായിട്ടൊന്ന് പൊളച്ച് വന്ന ശേഷം അതവിടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്രൈ ചെയ്ത നെയ്യ് നമുക്ക് ഈ പരിപ്പായസത്തിലേക്ക് തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് പായസത്തിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് സ്മെല്ലൊക്കെ കിട്ടാനായിട്ട് ഏലക്കാപ്പൊടി വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിയായിട്ട് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഇട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 8-10 ഏലക്ക 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂട്ടി പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. 2-ാം പാലം ഒഴിച്ചെടുത്ത ശേഷം ഇപ്പോൾ 8-7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ 1-ാം പാലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1-ാം പാലം ഒഴിച്ചെടുത്ത ശേഷം പിന്നെ തിളപ്പിക്കരുത് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. തേങ്ങയും കശുവണ്ടി പരിപ്പൊക്കെ ഫ്രൈ ചെയ്തതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപ്പ് പായസം ഇവിടെ റെഡിയാണ്. ചെറിയ ചൂടിന് കുടിക്കാനായിട്ടോ കൂടുതൽ ടേസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയിടാം. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.